नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 6 के इकाई 4 नन्हा उल्लू के क्वेश्चन आंसേഴ്സ് കरेंगे। എൻ്റെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഈ ചാപ്റ്റർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ ലിങ്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാകും. ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അത് തീർച്ചയായും കണ്ടുപഠിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെൽ ബട്ടണുണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ചാപ്റ്ററിൽ തന്നെ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് പേജിൽ നമ്മൾക്കൊരു ചിത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിൽ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചിത്രമേ ക്യാ ക്യാ ഹെ? ആ ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ചിത്രമേ एक पेड़ है, उसमें एक उल्लू बैठा हुआ है. एक लड़का पेड़ के सामने खड़े होकर उल्लू को देख रहा है. एक छोटी चिड़िया पेड़ के पास पड़े पत्थर पर बैठी हुई है. എന്തായിരുന്നു ആ ചിത്രത്തിൽ കാണുന്ന ദൃശ്യം? ചിത്രമേ ഏക് പേഡ് ഹെ. ചിത്രത്തിൽ ഒരു മരം കാണാനുണ്ടായിരുന്നു. ആ മരത്തിൽ എന്തായിരുന്നു? ഉസ്മേ ഏക് ഉല്ലു ബൈഠാ ഹുവ ഹെ. അതിൽ ഒരു മൂങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു ആ മരത്തിൽ. ഉല്ലു എന്ന് പറഞ്ഞാൽ മൂങ്ങ. ഏക് ലड़का पेड़ के सामने खड़े होकर उल्लू को देख रहा है. അതിൻ്റെ മുമ്പിൽ തന്നെ, മരത്തിൻ്റെ മുമ്പിൽ ഒരു ആൺകുട്ടി നിന്നിട്ട് എന്താ ചെയ്യുന്നുണ്ടായിരുന്നു? ആ മൂങ്ങയെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. एक छोटी चिड़िया पेड़ के पास पड़े पत्थर पर बैठी हुई है. ഒരു കുഞ്ഞൊരു ചെറിയൊരു പക്ഷി അവിടെ അവിടെ കിടക്കുന്ന ഒരു സ്റ്റോൺ. ആ സ്റ്റോണിൻ്റെ മുകളിൽ എന്താണ് ആ പക്ഷി ചെയ്യുന്നത്? ആ പക്ഷി ആ സ്റ്റോണിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ഇതായിരുന്നു ആ രംഗം, അവിടുത്തെ ആ ചിത്രത്തിൽ കാണുന്ന ഒരു രംഗം. അടുത്തത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നൻഹെ ഉല്ലു ने कितने साल में सवाल पूछना शुरू किया? ആ നമ്മുടെ കുഞ്ഞേ മൂങ്ങ ഏത് പ്രായത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്? സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം, പൂച്ചന എന്ന് പറഞ്ഞാൽ ചോദിക്കുക. അപ്പോൾ എന്ത് പ്രായത്തിലായിരുന്നു അത്? 2 വയസ്സിൽ. 2 साल. नन्हे उल्लू ने 2 साल के होने पर सवाल पूछना शुरू किया. കുഞ്ഞേ മൂങ്ങ 2 വയസ്സായപ്പോഴാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. നൻഹാ ഉല്ലു പൂരി രാത് കഹാ ഓർ കിസ്കെ സാത്ത് ബൈഠാ രഹതാ? കുഞ്ഞേ മൂങ്ങ ആ രാത്രി മുഴുവനും ആരുടെയൊപ്പം എവിടെയും ആണ് ഇരിക്കുന്നത്. കഹാ എന്ന് പറഞ്ഞാൽ എവിടെ, കിസ്കെ സാത്ത് ആരുടെ ഒപ്പം എന്നാണ് ചോദ്യം. എവിടെയും ആരുടെ ഒപ്പമാണ് കുഞ്ഞേ മൂങ്ങ ഇരിക്കുക? നൻഹാ ഉല്ലു പൂരി രാത് अपने अम्मा के साथ सितारों के नीचे बैठा रहता. ആ കുഞ്ഞേ മൂങ്ങ ആ രാത്രി മുഴുവനും അമ്മയുടെ കൂടെ എവിടെ? ആ സ്റ്റാർസ്, നക്ഷത്രത്തിൻ്റെ താഴെ മുഴുവൻ രാത്രിയും ഇരിക്കും എന്നായിരുന്നു നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നൻഹെ ഉല്ലു ने आसमान की ओर देखकर किसके बारे में पूछा? കുഞ്ഞേ മൂങ്ങ ആകാശത്തിലേക്ക് നോക്കിയിട്ട് ആരെക്കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? നൻഹെ ഉല്ലു ने आसमान की ओर देखकर सितारों के बारे में पूछा. ആ കുഞ്ഞേ മൂങ്ങ ആകാശത്തേക്ക് നോക്കിയിട്ട് അമ്മയോട് ആരെക്കുറിച്ചാണ് ചോദിച്ചത്? നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത് അല്ലേ? അമ്മയുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? മുകളിൽ ആകാശത്തിൽ നോക്കി നക്ഷത്രങ്ങളെ കാണുമ്പോൾ നക്ഷത്രങ്ങളെ കുറിച്ചിട്ടല്ലേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം. നൻഹെ ഉല്ലു ने सितारों के बारे में अम्मा से क्या पूछा? ചെറിയ മൂങ്ങ നക്ഷത്രങ്ങളെക്കുറിച്ച് അമ്മയോട് എന്ത് ചോദ്യമാണ് ചോദിച്ചത്? നൻഹെ ഉല്ലു ने अम्मा से पूछा कि आसमान में कितने सितारे हैं?
കുഞ്ഞു മൂങ്ങ ചെറിയ മൂങ്ങ അമ്മയോട് ചോദിച്ചത് എന്താണ്? ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ്. കിത്തനെ സിതാരെ മീൻസ് എത്ര നക്ഷത്രങ്ങൾ ഉണ്ട്. अम्मा ने नन्हे उल्लू के सितारों के सवाल का क्या जवाब दिया? അമ്മ കുട്ടിയുടെ ചോദ്യം സിതാരെ നക്ഷത്രങ്ങൾ എത്രയുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് കൊടുത്തത്? अम्मा ने मुस्कुराते हुए नन्हे उल्लू से सितारों को गिनकर देखने को कहा. അമ്മ എന്താ ചെയ്തത്? ഒരു പുഞ്ചിരിയോടുകൂടി, മുസ്കുരാത്തി എന്ന് പറഞ്ഞാൽ പുഞ്ചിരിയോടുകൂടി എന്താ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു? നൻഹി ഉല്ലൂസെ സിതാരോങ്കോ ഗിൻകർ ദേഖ്നേക്കു കഹ. ചെറിയ മൂങ്ങയോട് നക്ഷത്രങ്ങളെ എണ്ണി നോക്കാനാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാ നൻഹ ഉല്ലു സഭി സിതാരോങ്കോ ഗിൻ സക? കുഞ്ഞേ മൂങ്ങയ്ക്ക് എല്ലാ നക്ഷത്രങ്ങളെയും എണ്ണാൻ പറ്റിയോ? നഹി, നൻഹ ഉല്ലു സഭി സിതാരോങ്കോ നഹി ഗിൻ സക. ഇല്ല, കുഞ്ഞു മൂങ്ങയ്ക്ക് എല്ലാ നക്ഷത്രങ്ങളെയും എണ്ണാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങൾ നിറച്ചും ആകാശത്തുണ്ടായിരുന്നു. അപ്പോൾ മൂങ്ങ ഒന്ന് എണ്ണുമ്പോഴേക്കും എണ്ണി ആകുമ്പോഴേക്കും എന്തായി? പുലർച്ചയായി. അപ്പോൾ കുഞ്ഞു മൂങ്ങയ്ക്ക് എണ്ണാൻ പറ്റിയില്ല. കിത്തനെ സിതാരെ ഹേ ആസ്മാൻ പർ? अम्मा के इस सवाल का नन्हे उल्लू ने क्या जवाब दिया? എത്ര നക്ഷത്രങ്ങളുണ്ട് ആകാശത്തിൽ? ആ ഒരു ചോദ്യത്തിന്, അമ്മയുടെ ചോദ്യത്തിന് നമ്മുടെ കുഞ്ഞി മൂങ്ങ എന്തുത്തരാണ് കൊടുത്തത്? ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. നൻഹെ ഉല്ലു ने अम्मा को कहा कि इतने सितारे हैं कि वह गिन भी ना सका. എന്താണ് കുഞ്ഞു മൂങ്ങ അമ്മയോട് പറയുന്നത്? ഇത്രയധികം നക്ഷത്രങ്ങളുണ്ട് ആകാശത്തിൽ, എനിക്ക് എണ്ണാൻ പോലും പറ്റിയില്ല എന്നാണ് കുഞ്ഞിമൂങ്ങ അമ്മയോട് പറയുന്നത്. ഗിന്ന എന്ന് പറഞ്ഞാൽ എണ്ണുക. നൻഹെ ഉല്ലു ने किसके ऊंचाई के बारे में अम्मा से पूछा? കുഞ്ഞിമൂങ്ങ എന്തിൻ്റെ ഉയരത്തിനെ കുറിച്ചായിരുന്നു അമ്മയോട് ചോദിച്ചത്? നൻഹെ ഉല്ലു ने ആസ്മാൻ കെ ഊഞ്ചായി കെ ബാരെ മേ അമ്മ സെ പൂച്ച. കുഞ്ഞു മൂങ്ങ ആകാശത്തിൻ്റെ ഉയരത്തെക്കുറിച്ചായിരുന്നു അമ്മയോട് ചോദിച്ചത്. അമ്മ ने ആസ്മാൻ की ऊंचाई जानने के लिए नन्हे उल्लू से क्या करने को कहा? അമ്മ ആകാശത്തിൻ്റെ ഉയരം അറിയാൻ വേണ്ടിയിട്ട് മകനോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഊഞ്ചായി എന്ന് പറഞ്ഞാൽ ഉയർച്ച. अम्मा ने नन्हे उल्लू को आसमान में उड़कर ऊंचाई देखने को कहा. അമ്മ എന്താണ് മകനോട് പറഞ്ഞത്? ആകാശത്തിലേക്ക് പറന്നു പോയിട്ട് ആകാശത്തിൻ്റെ ഹൈറ്റ്, ഊഞ്ചായി, ഉയർച്ച കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് എത്ര ഉയർച്ചയിലാണ് ഉള്ളത് അത് പറന്നു പോയിട്ട് നോക്കാൻ അമ്മ പറയുന്നു. നൻഹ ഉല്ലു ആസ്മാൻ കി ഊഞ്ചായി ക്യോ നഹി ജാൻ സക? എന്തുകൊണ്ടാണ് നമ്മുടെ മൂങ്ങയ്ക്ക്, കുഞ്ഞു മൂങ്ങയ്ക്ക് ആകാശത്തിൻ്റെ ഉയർച്ച എത്ര ഉണ്ട് എന്ന് അറിയാൻ പറ്റാണ്ട് പോയത്? നൻഹ ഉല്ലു ആസ്മാൻ കി ഊഞ്ചായി इसलिए नहीं जान सका क्योंकि वह जितना ऊंचा जाता आसमान और भी ऊपर चला जाता. എന്താണ് സംഭവിച്ചത്? നൻഹ ഉല്ലൂനെ, നമ്മുടെ കുഞ്ഞു മൂങ്ങയ്ക്ക് ആസ്മാൻ, നമ്മുടെ ആകാശത്തിൻ്റെ ഉയർച്ച കാണാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ കുഞ്ഞു മൂങ്ങ എത്രയും മുകളിലേക്ക് പറക്കുന്നു, ആകാശം അതിനേക്കാൾ മുകളിലേക്ക് പോകുന്നു. ആ കുട്ടിക്ക് പറന്നിട്ട് എത്തുമ്പോൾ പിന്നെ എന്താ തോന്നുന്നത്? ആകാശം അത്രയും മുകളിലേക്ക് പോയതാണ് കുഞ്ഞു മൂങ്ങയ്ക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആകാശത്തിൻ്റെ ഉയർച്ച അറിയാൻ പറ്റാണ്ട് പോയത്. रात को नन्हे उल्लू ने क्या आवाज़ सुनी? രാത്രി നമ്മുടെ കുഞ്ഞുമൂങ്ങ എന്ത് ശബ്ദമാണ് കേട്ടത്? ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം. രാത് കോ നൻഹെ ഉല്ലു ने സമുദ്ര की ലഹരോं की आवाज़ सुनी. രാത്രി നമ്മുടെ കുഞ്ഞുമൂങ്ങ എന്തിൻ്റെയാണ് ശബ്ദം കേട്ടത്? സമുദ്രത്തിൻ്റെ തിരകളുടെ ശബ്ദമാണ് കേട്ടത്. ലഹര എന്ന് പറഞ്ഞാൽ തിരകളുടെ ശബ്ദമാണ് കേട്ടത്.
नन्हे उल्लू ने लहरों के बारे में अम्मा से क्या पूछा? നമ്മുടെ കുഞ്ഞിമൂങ്ങ തിരകളെക്കുറിച്ച് അമ്മയോട് എന്താണ് ചോദിച്ചത്? नन्हे उल्लू ने अम्मा से पूछा कि समुद्र में कितनी लहरें हैं. എന്താണ് കുഞ്ഞിമൂങ്ങ ചോദിച്ചത് അമ്മയോട്? സമുദ്രത്തിൽ എത്ര തിരകളുണ്ട് എന്നായിരുന്നു കുഞ്ഞിമൂങ്ങയുടെ ചോദ്യം. अम्मा ने लहरों के बारे में जानने के लिए नन्हे उल्लू से क्या करने को कहा. അമ്മ തിരകളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞിമൂങ്ങയോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? സമുദ്രത്തിൽ എത്ര തിരകളുണ്ട് അത് നീ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം എന്നായിരുന്നു അമ്മ പറഞ്ഞത്. अम्मा ने नन्हे उल्लू से जाकर समुद्र के लहरों को गिनने को कहा. അമ്മ കുഞ്ഞിമൂങ്ങയോട് എന്താ പറയുന്നത്? സമുദ്രത്തിൻ്റെ തിരകളെ പോയിട്ട് എണ്ണി നോക്കാനായിരുന്നു അമ്മ പറഞ്ഞത് അല്ലേ? ഓർക്കുന്നില്ലേ? അടുത്ത ചോദ്യം. നൻഹ ഉല്ലു സമുദ്ര കി ലഹരെ ക്യൂ ന ഗിൻ സക. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞിമൂങ്ങയ്ക്ക് സമുദ്രത്തിലെ തിരകളെ എണ്ണാൻ പറ്റാണ്ട് പോയത്? नन्हा उल्लू लहरें इसलिए न गिन सका क्योंकि वह जितने लहरें गिनता समुद्र में उतनी लहरें फिर से भर जाती. എന്തുകൊണ്ടായിരുന്നു എണ്ണാൻ പറ്റാണ്ടിരുന്നത്? എത്രയും സമുദ്രത്തിലെ തിരകളെ എണ്ണുന്നു, കുറച്ച് കഴിയുമ്പോൾ സമുദ്രത്തിലെ തിരകൾ പിന്നെയും നിറഞ്ഞു പോകുന്നു, പിന്നെയും അങ്ങനെ തന്നെ കൂടി വരുന്നു. നമ്മൾക്ക് സമുദ്രത്തിലെ തിരകളെ എണ്ണാൻ പറ്റുമോ? അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. ആ കുട്ടിയുടെ ചോദ്യത്തിന് അമ്മ കൊടുത്തൊരു ഉത്തരമായിരുന്നു. കാരണം അതിൽ നിന്ന് കുട്ടി തന്നെ പഠിക്കും. അത് എത്ര തിരകൾ നമ്മൾക്ക് എണ്ണാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം കുട്ടി തന്നെ അതിൽ കണ്ടു മനസ്സിലാക്കും. नन्हे उल्लू ने अम्मा से किसकी गहराई के बारे में पूछा. കുഞ്ഞിമൂങ്ങ അമ്മയോട് എന്തിൻ്റെ ആഴത്തെക്കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്? नन्हे उल्लू ने अम्मा से समुद्र की गहराई के बारे में पूछा. എന്തിൻ്റെ ആഴമായിരുന്നു? നമ്മുടെ സമുദ്രത്തിൻ്റെ ആഴത്തെക്കുറിച്ചായിരുന്നു ചോദിച്ചത്. अम्मा ने नन्हे उल्लू को सागर की गहराई के बारे में क्या बताया. എന്താണ് അമ്മ കുഞ്ഞിമൂങ്ങയ്ക്ക് നമ്മുടെ സമുദ്രത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്? अम्मा ने नन्हे उल्लू को बताया कि जितना ऊंचा आसमान है उतना ही गहरा सागर भी है. എന്തായിരുന്നു അമ്മയുടെ ഉത്തരം? ഇവിടെ എന്തായാലും അമ്മയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ, നീ പോയിട്ടൊന്ന് നോക്കിക്കോന്ന്. ആഴത്തിലേക്ക് പോയ മൂങ്ങയുടെ സ്ഥിതി എന്താവുമെന്ന് നമുക്കറിഞ്ഞൂടെ. അപ്പം എന്താണ് അമ്മ ഇവിടെ കൊടുത്ത ഉത്തരം? എത്രയും ഉയരത്തിലാണോ ആകാശം അത്രയും ആഴത്തിലാണ് നമ്മുടെ സമുദ്രം. അപ്പം മൂങ്ങ ആകാശത്തിൻ്റെ ഉയരം നോക്കാൻ പോയിട്ട് പറ്റിയില്ലല്ലോ, അത് പോകുന്തോറും മുകളിലേക്ക് പോകുകയായിരുന്നില്ലേ. അപ്പം അങ്ങനെയാണ് അമ്മ കുഞ്ഞി മൂങ്ങയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. നൻഹെ ഉല്ലൂനെ മാക്കി ഓർ മുടുക്കർ ക്യാ ബോല. അമ്മയുടെ അവിടേക്ക് തിരിഞ്ഞു നിന്നിട്ട് നൻഹ ഉല്ലു കുഞ്ഞിമൂങ്ങ എന്താ പറയുന്നത്? നൻഹെ ഉല്ലൂനെ അമ്മാക്കി ഓർ മുടുക്കർ കഹാ कि वह उनसे बहुत प्यार करता है. എന്താണ് അമ്മയുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് കുട്ടി പറയുന്നത് എന്താണ്? എനിക്ക് അമ്മയെ വളരെയധികം ഇഷ്ടമാണ്, ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് അമ്മയോട് പറയുന്നത്. अम्मा के बार बार गले लगाने पर नन्हे उल्लू ने क्या पूछा. അമ്മ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയായിരുന്നില്ലേ? ഗലെ ലഗാന എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. അപ്പോൾ കുഞ്ഞിമൂങ്ങ എന്താണ് ചോദിച്ചത്? അമ്മ के बार बार गले लगाने पर नन्हे उल्लू ने पूछा कि वह उसे कितने बार गले लगाएगी. എന്താ ചോദിച്ചത്? എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ കുട്ടി ചോദിച്ചത്, എന്നെ ഇത് എത്ര പ്രാവശ്യം നിങ്ങളിങ്ങനെ കെട്ടിപ്പിടിക്കും എന്നായിരുന്നു ചോദ്യം. अम्मा ने नन्हे उल्लू को गले लगाने के सवाल का क्या जवाब दिया. എന്ത് ഉത്തരമായിരുന്നു അമ്മ കൊടുത്തത്? अम्मा ने नन्हे उल्लू को कहा कि जितने लहरें हैं समुद्र में, जितने आसमान में तारे हैं, उतने ही बार वह नन्हे उल्लू को गले लगाएगी. എന്താ പറഞ്ഞത്? എത്ര തിരകളുണ്ടോ സമുദ്രത്തിൽ,
എത്ര നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടോ അത്രയും തവണ അമ്മ മകനെ കെട്ടിപ്പിടിക്കും എന്നായിരുന്നു അമ്മ കൊടുത്ത ഉത്തരം. ഉല്ലു की कहानी पढ़ी यह प्यार की कहानी है कैसी लगी. നമ്മൾ ഈ മൂങ്ങയുടെ കഥ വായിച്ചു കഴിഞ്ഞു. അതെന്താണ് അതിൽ നമുക്ക് കിട്ടുന്നൊരു സന്ദേശം? സ്നേഹത്തെക്കുറിച്ചിട്ടുള്ളൊരു അമ്മയും മകൻ്റെയും സ്നേഹത്തെക്കുറിച്ചിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു അത്. എങ്ങനെ, ഇഷ്ടമായില്ലേ കുട്ടികളെ? നല്ലൊരു സ്റ്റോറി ആയിരുന്നു അല്ലേ? കഹാനി വാചക് കെ അനുഭവ് പർ ലിഖി അപ്നി ഡയറി. ആ കഥ വായിച്ചതിൻ്റെ ബേസിസിൽ നമ്മളോടൊരു ഡയറി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഡയറി എഴുതേണ്ട ഫോർമാറ്റ് എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ മുകളിലൊരു ഡേറ്റ് എഴുതുക. ആദ്യം 24 ഒക്ടോബർ 2020. താഴെ ഡേ എഴുതണം. ശനിവാർ എന്ന് പറഞ്ഞാൽ സാറ്റർഡേ. ആജ് मैंने नन्हे उल्लू की कहानी पढ़ी. उस कहानी में नन्हे उल्लू की मासूमियत भरे सवाल और माँ के प्यार से दिए गए जवाब मन को छू गई. माँ ने कितने क्षमता के साथ नन्हे उल्लू को जवाब दिया और अपने बच्चे को सही तरीके से सीख दी. आसमान के सितारे, आसमान की ऊंचाई, समुद्र की लहरें और उसकी गहराई, सभी का ज्ञान बड़े ही सरल भाव से उसने नन्हे उल्लू को बताया. उस कहानी को पढ़कर मुझे मेरे माँ के प्यार और उनकी क्षमता की याद आई. जिस तरह वह मेरे गलतियों पर डांटे बिना मुझे प्यार से समझाती है और मुझे सत्य के मार्ग पर चलना सिखाती है और जीवन में नए नए ज्ञान देती है, वह सिर्फ एक माँ ही कर सकती है. नन्हे उल्लू की तरह मैं भी अपने माँ को बहुत प्यार करती हूँ और उनकी ममतामय स्पर्श को पाकर अपने सारे दुख भूल जाती हूँ. आज मैंने निश्चय कर लिया कि मैं अपनी माँ का ख्याल हमेशा रखूँगी. എന്താണ് പറയുന്നത്? ആജ് मैंने नन्हे उल्लू की कहानी पढ़ी. ഇന്ന് ഞാൻ ആ കുഞ്ഞിമൂങ്ങയുടെ കഥ വായിച്ചു. उस कहानी में नन्हे उल्लू की मासूमियत भरे सवाल. ആ കഥയിൽ എന്തായിരുന്നു? ആ കുഞ്ഞ് മൂങ്ങയുടെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ. മാസൂമിയത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ സവാൽ, ചോദ്യങ്ങൾ. और माँ के प्यार से दिए गए जवाब मन को छू गई. അങ്ങനെ അമ്മയുടെ സ്നേഹത്തോടു കൂടി കൊടുക്കുന്ന തിരിച്ചു ഉത്തരങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, ആ സ്നേഹപൂർവ്വം അമ്മ കൊടുക്കുന്ന ഒരു ഭാഗം വായിച്ചിട്ട് എന്താണ്, നമ്മുടെ ഹൃദയത്തെ അത് സ്പർശിക്കും. അത്രയധികം ടച്ചിങ് ആണ് എന്നാണ് പറയുന്നത്. माँ ने कितनी क्षमता के साथ नन्हे उल्लू को जवाब दिया. എന്തൊരു ക്ഷമയോടുകൂടിയാണ്, എന്തൊരു പേഷ്യൻസോടുകൂടിയാണ് അമ്മ കുട്ടിക്ക് ഉത്തരങ്ങൾ കൊടുക്കുന്നത്. और अपने बच्चे को सही तरह से सीख दी. സ്വന്തം കുട്ടിക്ക് നല്ലൊരു രീതിയിലാണ് ഒരു പഠിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ആൻസേഴ്സ് കൊടുക്കുന്നത്. ഒരു നല്ലൊരു ലെവലിലാണ് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ആസ്മാൻ കി സിതാരെ, ആസ്മാൻ കി ഊഞ്ചായി. ആസ്മാനിൽ എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ, ആകാശത്തിൻ്റെ ഉയരം. സമുദ്ര കി ലഹരെ ഓർ സമുദ്ര കി ഗഹരായി, സമുദ്രത്തിൻ്റെ തിരകൾ, പിന്നെ അതിൻ്റെ ആഴം. സഭി കാ ജ്ഞാൻ ബഡി ഹി സരൽ ഭാവ് സെ ഉസ്നെ നന്നെ ഉല്ലു കോ ബത്തായ. അതിൻ്റെയൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു നോളജ്, ജ്ഞാൻ എന്ന് പറഞ്ഞാൽ നോളജ്, അതിനൊക്കെ കുറിച്ചിട്ടുള്ളൊരു നോളജ് വളരെ എളുപ്പമുള്ള രീതിയിലാണ്, സരൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് സ്വന്തം മകന് പറഞ്ഞു കൊടുക്കുന്നത്. ഉസ് കഹാനി കോ പഠിക്കർ മുझे मेरी माँ के प्यार और उनकी क्षमता की याद आई. ആ കഥ വായിച്ചപ്പം എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹവും ആ അമ്മയുടെ ക്ഷമയും, ഇത്രയും ക്ഷമയുള്ളൊരു എൻ്റെ അമ്മയെക്കുറിച്ചാണ് ഞാൻ ഓർത്തത്. जिस तरह वह मेरी गलतियों पर डांटे बिना मुझे प्यार से समझाती है.
എങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ അത് കണ്ടാൽ പോലും എന്നെ ചീത്ത പറയാണ്ട് എന്നെ സ്നേഹത്തോടു കൂടിയാണ് മനസ്സിലാക്കി തരുന്നത്. और मुझे सत्य के मार्ग पर चलना सिखाती है. സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കാനാണ് എൻ്റെ അമ്മ പഠിപ്പിക്കുന്നത്. और जीवन में नए नए ज्ञान देती है. ജീവിതത്തിൽ പുതിയ പുതിയ നോളജ്, പുതിയ പുതിയ അറിവുകൾ എനിക്ക് തരുന്നു. वह सिर्फ एक माँ ही कर सकती है. അത് ഒരു അമ്മയ്ക്ക് ചെയ്യാനേ കഴിയൂ. नन्हे उल्लू की तरह मैं भी अपने माँ को बहुत प्यार करती हूँ. കുഞ്ഞി മൂങ്ങയെ പോലെ തന്നെ ഞാനും എൻ്റെ അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നു. और उनकी ममतामयी स्पर्श को पाकर अपने सारे दुख भूल जाती हूँ. അമ്മയുടെ സ്നേഹത്തോടു കൂടിയുള്ള സ്പർശനം അത് കിട്ടുമ്പം എന്താണ്, ഞാൻ എല്ലാ ദുഃഖങ്ങളും മറന്നു പോകുന്നു. മമതാമയി എന്ന് പറഞ്ഞാൽ ആ മമതയോടു കൂടിയുള്ള സ്പർശം. आज मैंने निश्चय कर लिया कि मैं अपने माँ का ख्याल हमेशा रखूँगी. ഇന്ന് എന്താണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, നിശ്ചയിച്ചത് എന്താണ്, ഞാൻ എൻ്റെ അമ്മയെ എന്നും കെയർ ചെയ്യും എന്നൊരു ദൃഢനിശ്ചയമാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്, ലിഖി. അമ്മ ഉല്ലു നൻഹ ഉല്ലു എന്താണ്, രണ്ട് സൈഡിലും നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഇതിൽ ബേസിക്കലി നമുക്ക് മനസ്സിലാകുന്നത്, അമ്മ എന്ന് പറയുമ്പം ഫീമെയിൽ, നൻഹ ഉല്ലു എന്താണ്, മെയിലാണ്, ആൺകുട്ടിയാണ്. അപ്പോൾ ബേസിക്കലി ഇവിടെ ജെൻഡർ ചേഞ്ച് എഴുതിയിട്ട് നമുക്ക് അങ്ങനെ വരുന്ന ഒരു ചേഞ്ച് ലിങ്ക് അത് മാറ്റി എഴുതാനാണ് പറയുന്നത്. ഇപ്പം അമ്മയാണെങ്കിൽ ഫീമെയിലായിട്ടല്ലേ എഴുതുക, മകനാണെങ്കിൽ മെയിൻ. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, മുസ്കാനെ ലഗി. നമ്മൾ ഫീമെയിലിൽ എങ്ങനെ എഴുതുക, ലഗി എന്നല്ലേ എഴുതുക, മുസ്കാനെ ലഗി. അപ്പോൾ അതിൻ്റെ മെയിൽ ഒരു ആൺകുട്ടീനെ നമ്മൾ എങ്ങനെയാണ് പറയുക, മുസ്കാനെ ലഗ. അവരെ ലഗി എന്ന് പറയില്ലേ, ലഗി എന്ന് പറഞ്ഞാൽ പെണ്ണ്, ലഗ എന്ന് പറയുമ്പം ആണ്. അപ്പോൾ അങ്ങനെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഫീമെയിൽ ആണെങ്കിൽ അവരുടെ കൂടെ എപ്പോഴും ഈൻ്റെ മാത്രയാണ് വരുന്നത്, മെയിൽ ആണെങ്കിൽ ആയിൻ്റെ മാത്രയും വരും. ആ ഒരു ഡിഫറൻസാണ് കൂടുതലും നമ്മൾക്ക് നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അടുത്ത എന്തായിരുന്നു, ബോലി. അമ്മ ഉല്ലു ബോലി. അപ്പോൾ നൻഹ ഉല്ലു എന്താ വരിക, ബോല. അവിടെയും ഈക്ക് മാത്രയും ആക്കി മാത്രയുടെ ഡിഫറൻസാണ്. അമ്മയ്ക്ക് ഈൻ്റെ മാത്ര വന്നു, നൻഹ ഉല്ലുവിന് ആയിൻ്റെ മാത്ര. അപ്പോൾ ബോലി ബോല. നൻഹ ഉല്ലു എന്താ, സോ ഗയ. സോ ഗയ ആണാണ്, അപ്പോൾ സോ ഗയ. അപ്പോൾ പെണ്ണിന് എന്താവും പറയാ, സോ ഗയി. എന്താണ്, സോ ഗയി. അടുത്ത ക്വസ്റ്റ്യന് എന്താണ് കാണിച്ചിട്ടുള്ളത്, ലോട്ട് ആയി. അമ്മ എന്താണ്, തിരിച്ചു വന്നു, ലോട്ട് ആയി. അപ്പം നൻഹാലു എന്താ വരിക, ലോട്ട് ആയ. എന്താ അവിടെ ആക്കി മാത്രം വന്നു, ലോട്ട് ആയ, തിരിച്ചു വന്നു. ആ പहुंच. നന്നാവുല്ലു എന്താ, ആ പहुंच. അപ്പോൾ അമ്മ ഉല്ലു എന്താവും വരിക, എന്ത് മാത്രമേ അവിടെ മാറുക, ഈക്ക് മാത്രമേ വരും, ആ പहुंची. ആ പहुंची. നെക്സ്റ്റ്, പേഡ് पर बैठी. അമ്മ ഉല്ലു എന്താണ്, പേഡ് पर बैठी, ഈക്ക് മാത്ര, ഇരിക്കുകയാണ്. അപ്പോൾ നൻഹാലു എന്താണ്, പേഡ് पर बैठा. എന്താണ്, പേഡ് पर बैठा. ഇതോടുകൂടി ഈ ചാപ്റ്ററും അതിൻ്റെ ആക്ടിവിറ്റി സെഷൻസും ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനത് റിവ്യൂ ചെയ്തിട്ട് അതിന് റിപ്ലൈ തരുന്നതാകും. അപ്പോൾ ഇനി അടുത്ത സെഷനിൽ പുതിയൊരു ചാപ്റ്ററുമായി തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.